എന്റെ അമ്മേ. ചിക്കൻ ഫ്രൈയും ചിക്കൻ ബിരിയാണി ആരോഗ്യത്തിന് വളരെ നല്ലതാ. ഈ അറബികളുണ്ടല്ലോ അവർ ഇതാ കഴിക്കുന്നത്. അതെ, നമ്മുടെ വീട്ടില് ദിവസവും ഇത് തന്നെയാണോ? എന്ന് വെച്ചോ. അല്ല, ഈ ബ്രേക്ക്ഫാസ്റ്റിന് എങ്ങനെ കഴിക്കും? രാവിലെ ഇതൊക്കെ എങ്ങനെ കഴിക്കുമെന്ന് കുറച്ച് ഇതും കൂടെ ചേർത്താൻ കഴിച്ചാ മതി. ഇത് മാത്രമല്ല, ചിക്കൻ ഉരത്തിയതും മട്ടൻ വിളയിച്ചതും ഇപ്പൊ എത്തും. അതിനൊക്കെ കൂടി ഈ ജാം തികയും അമ്മച്ചി. അയ്യോ, ഒന്നും കഴിച്ചില്ല. അത് സാരമില്ല, നിങ്ങൾ കഴിച്ചു. എന്റെ ദൈവമേ, വീട്ടിലുള്ളവർ കഴിച്ചാൽ എന്ത്, കഴിച്ചില്ലെങ്കിൽ എന്ത്? ഒന്നും പറഞ്ഞില്ല. കഴിച്ചോ കഴിച്ചോ. എന്താ എന്താ ഒരു ശബ്ദം? പ്ലേറ്റ് കഴുകാൻ പറഞ്ഞിട്ടേ വേലക്കാരിക്ക് വയ്യാന്ന്. അതുകൊണ്ടത് മുഴുവൻ ഉടച്ചോ? ഞാനതെല്ലാം കൂടി കഴുകുന്ന പെട്ടിക്കകത്തിട്ടു. അയ്യോ, വാഷിംഗ് മെഷീനകത്തോ? അയ്യോ അയ്യോ, എന്താ എല്ലാം കഴുകുന്ന യന്ത്രമല്ലേ ഇത്? എന്റെ ദൈവമേ. അയ്യോ, ഇനി ഒരു കാര്യം ചെയ്യും, ഇതിന്റെ പുറകിലൊരു കുഴലുണ്ട്. അതുവഴി ഈ കുഴമ്പ് രൂപത്തിലൊരു സാധനം ഊറി വരും. അത് കുണ്ടറ കളിമൺ ഫാക്ടറിക്ക് അയച്ചുകൂടെ, അവര് പ്ലേറ്റ് ആക്കി തിരിച്ചയച്ചു തരും. ഇങ്ങനെ ബുദ്ധിയില്ലാത്തൊരു സാധനം. തൊലഞ്ഞു. നേനെ നോയിക്കുന്നു. വന്ന വരവ് കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചു ഇത് നല്ലതിനല്ലെന്ന്. എന്റെ സ്വന്തം അമ്മാവിനും അമ്മാവി ആയിരുന്നേല് രണ്ടെണ്ണത്തിനെയും കഴുത്തിന് പിടിച്ചാൻ പുറത്തു കളയേനെ. തുണി അലക്കുന്ന യന്ത്രത്തിനകത്താണോ പ്ലേറ്റ് കഴുകുന്നത്? എന്താ കൃഷ്ണൻകുട്ടി, ഇയാൾ ഈ പൊട്ട കണ്ണടയും വെച്ച് ധൃതരാഷ്ട്ര പോലെ ഇവിടെ തന്നെ ഇരുന്നോ? ഇത്രയും സംസ്കാരമില്ലാത്തൊരു കിളവിനെ ഞാൻ കണ്ടിട്ടില്ല. മൂക്ക് മുട്ട ചിക്കനും തിന്ന് ബാത്റൂമിലേക്ക് ഒരു പോക്ക. ഞാൻ നോക്കുമ്പോഴുണ്ട് യൂറോപ്യൻ ക്ലോസറ്റിന്റെ മേലിൽ ഒറ്റ കാലി ഇങ്ങനെ നിൽക്കുക. ഇയാളൊരു കുച്ചുപ്പൊടി വിദഗ്ധനോ? അച്ഛന്റെ സ്കോച്ച് മുഴുവൻ അടിച്ചു തീർത്തു. പോരാത്തതിനൊക്കെ പട്ടച്ചാരായം വേണമെന്ന്, അതും എന്നോട് വാങ്ങിച്ചു കൊടുക്കും. എന്റെ മേലാകെ ചൊറിഞ്ഞു വന്നു. സാറ് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന് പിടിപ്പിച്ചതാണ് ആ ലോണിലെ പുല്ല്. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇയാൾ ചെത്തി നിരപ്പാക്കിയേനെ. ഗീതയുടെ അച്ഛന്റെ കാര്യമാണോ കൃഷ്ണൻകുട്ടി പറയുന്നത്? പിന്നെ എന്റെ അച്ഛനാണോ ഇവിടെ താമസിക്കുന്നത്? ഉണ്ടായിരുന്ന വീടും പറമ്പും വിറ്റിട്ട് ഇയാൾ പെട്ടിയും പടക്കായിട്ട് ഇങ്ങോട്ട് വന്ന എന്തിനാണ്? ഉണ്ണി, ഇതൊന്നും നല്ലതിനല്ല. ഭാര്യയെ നിലക്ക് നിർത്തണം. അമ്മാവനെയും കുടുംബത്തിനെയും ഇന്ന് എന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കണം. ഉണ്ണിക്ക് വയ്യേ പറ, ഞാൻ ചെയ്യാം. കുടുംബം കുളം തോണ്ടും, കുടുംബം കുളം തോണ്ടും. എനിക്കിതൊന്നും സഹിക്കാൻ വയ്യ. അതെ, വേദന സഹിക്കുന്നില്ല. വീണു. എവിടെ വീണു? എവിടെയൊക്കെയോ വീണു. മേലാസകളും കുഴമ്പ് വെച്ച് കുളിക്കണം. അയ്യോ, എന്താ ഇനി പോയി കുഴമ്പ് തേച്ചോ. കൃഷ്ണൻകുട്ടി ചേട്ടാ. എന്താ സിസ്റ്ററെ? അമ്മയ്ക്ക് സുഖമില്ല, ഒന്നും മിണ്ടുന്നില്ല, കണ്ണു തള്ളിയിരിക്കുന്നു. മുഴുവൻ ഇങ്ങ് വെളി വന്ന ചേട്ടൻ വന്നൊന്ന് നോക്ക്. കയ്യെന്ന് വിട്. അയ്യോ, അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയ? തട്ടിപ്പോയെങ്കിൽ പെണ്ണിന്റെ അഹങ്കാരം കുറെ കുറഞ്ഞാന്. അതെങ്ങനെ ഇതുപോലുള്ള സാധനങ്ങൾ കുറെ കാലം കിടക്കില്ല ഉണക്ക കിസ്മിസ് പോലെ. അമ്മായി, എന്തു പറ്റി അമ്മേ? അവക്ക് നല്ല സുഖമില്ല. താൻ പോയി വേഗം ഒരു ഡോക്ടറെ വിളിച്ചോണ്ട് വാ. പ്രഷർ ആണെന്നാ തോന്നുന്നേ. എങ്ങനെ വരാതിരിക്കും? ചിക്കൻ 65, ചിക്കൻ ചില്ലി, ചിക്കൻ ജിഞ്ചർ, ചിക്കൻ തിക്ക, ചിക്കൻ കബാബ്, ഇതൊന്നും പോരാഞ്ഞിട്ട് ചിക്കൻ പുലാവും മട്ടൻ വിളയിച്ചതും, ചക്കപ്പുഴുക്കും പഴങ്കഞ്ഞി ഉണക്കമീന്തലേം തിന്ന് കിടന്ന പാർട്ടീസ്, ഇതെല്ലാം വലിച്ചു കയറ്റിയ ഇങ്ങനെ ഇരിക്കും. നിങ്ങൾ വന്ന ശേഷം ഒരൊറ്റ കോഴി പോലും പരിസ്ഥിതി ജീവനോട് അറിയാവോ? തനിക്കൊരു ഡോക്ടറെ വിളിച്ചോണ്ടാൻ പറ്റുമോ? എന്താ? തനിക്കൊരു ഡോക്ടറെ വിളിച്ചോണ്ടാൻ മനസ്സുണ്ടോന്ന് എനിക്ക് മനസ്സില്ല. മനസ്സില്ല മനസ്സില്ല മനസ്സില്ല. എന്താ എന്തിനാ പൊടിമോൾ ബഹളം വെച്ചത്? എനിക്കറിഞ്ഞൂടാ. ആർക്കോ സുഖമില്ലെന്ന് പറയുന്നത് കേട്ടു. ഒന്നുമില്ല. അമ്മായിമ്മയ്ക്ക് ഒരു ചെറിയ ഗ്യാസ് ട്രബിൾ. എന്നോട് ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല, 2-3 ഗ്യാസ് ഗുളികൾ വാങ്ങിച്ചു കൊടുത്താൽ മതി. അയ്യോ, അമ്മയ്ക്ക് പണ്ടേ പല അസുഖങ്ങളുള്ളതാ, ഡോക്ടറെ വിളിക്കാൻ പറ ഉണ്ണിയേട്ടാ. ഒരു ഡോക്ടറെ വിളിക്കുക കൃഷ്ണൻകുട്ടി. ഞാൻ എന്തിനു വിളിക്കണം? ഭർത്താക്കന്മാരെ കയ്യിലെടുക്കാനും ആണുങ്ങളെ തല്ലാനും കഴിവുള്ള ഒരു മോളുണ്ടല്ലോ അമ്മായിമ്മയ്ക്ക്. എന്ന് വിളിക്കാൻ പറയണം. ഡോക്ടർ അല്ല, മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ഇളകിഞ്ഞു പോരും. എങ്ങോട്ടാ? ഞാനൊന്ന് പോയി അന്വേഷിക്കട്ടെ. വേണ്ട,
അമ്മായിയമ്മ അന്വേഷിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അല്ല ഗീത എന്ത് വിചാരിക്കും? വായു കോപമാണെന്ന് വിചാരിക്കും. നേരെ മേളിലേക്ക് കയറിപ്പോ. അല്ല എന്നാലും ഒരെന്നാലും ഇല്ല, വേഗം കയറിപ്പോണം. ഓ, ഞാൻ പുറകെ വന്നേക്കാം. ഇങ്ങനെയുള്ള കഞ്ഞി ഭർത്താക്കന്മാരാണ് ഞങ്ങൾ ആണുങ്ങളുടെ അന്തസ് കളയുന്നത്. നല്ല സമയം. ഇനി ഇവിടെ വല്ലതൊക്കെ നടക്കും. ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ അല്പ താമസിച്ചു. പെട്ടിങ് തന്നെ. നീ ഇതുവരെ പോയില്ലേ? ഇല്ല. ആവശ്യമില്ലാത്ത വേലക്കാരെ പറഞ്ഞു വിടണമെന്ന് ഞാൻ മോളോട് പ്രത്യേകം പറഞ്ഞതാ. 2-3 ദിവസം ഇവിടെ കാണുമല്ലോ. 2-3 സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താ? സന്തോഷം. അമ്മേ, വരുന്ന വിവരൊന്ന് ഫോൺ ചെയ്ത് പറയായിരുന്നു. അയ്യോ എന്റെ മോളെ, എന്താ സുശീലേ? നിങ്ങൾ കണ്ടില്ലേ? നീ ഉണങ്ങിപ്പോയല്ലോടി. നിനക്ക് സുഖമില്ലേ മോളെ? അസുഖമൊന്നുമില്ല. ഏതോ പട്ടിണി കിടക്കുന്ന വീട്ടിലാണെന്ന് തോന്നുമല്ലോ നിന്നെ ഇപ്പൊ കണ്ടാല്. നിനക്ക് ഇവിടുത്തെ ആഹാരം ഒന്നും പിടിക്കുന്നില്ലേ മോളെ? അതൊക്കെ ഇപ്പോഴത്തെ പെമ്പിള്ളാരുടെ ഫാഷനാ. ആഹാരം കഴിക്കില്ല, ഐസ്ക്രീം പറ്റി വിഴുങ്ങും. വാസ്തവം. വേഷം കൊണ്ട് പെൺകുട്ടികളെ തിരിച്ചറിയാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ ശരീരം കൊണ്ടും മേല. നാഷണൽ ഹൈവേ പോലെ പരന്ന് നീണ്ടു കിടക്കൂല്ലോ, വളഞ്ഞും വളയാതെ വളച്ചും. വാ. ശ്രീധരൻ നായർ രാത്രിയിലേ എത്തുവല്ലേ? അതാണല്ലോ ഇവിടെ പലർക്കും സൗകര്യം. എന്താ? അല്ല, രാത്രിയിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കാമല്ലോ. ഓ അങ്ങനെ. തിരിഞ്ഞാലും പിരിഞ്ഞാലും ഒക്കെ കുറ്റം. എന്തെങ്കിലും ചോദിച്ചാ ചാടി കടിക്കാൻ വരും അമ്മയും മോളും. മതി ഗീത, നിർത്ത്. നിന്നെ ആര് വേദനിപ്പിച്ചാലും ചോദിക്കാൻ ഭർത്താവായ ഞാനുണ്ട്. നിൽക്ക്. എങ്ങോട്ടാ? എന്നെ തടയണ്ട. ഈ വീട് ഭരിക്കേണ്ടത് അവളാണോ നീയാണോ എന്ന് എനിക്ക് ഇന്ന് അറിയണം. അവളോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. മിണ്ടാൻ പോയാ ഉടൻ വക്കാലത്തിന് വരും ആ കിളവനും കിളവിയും. ചോദിക്കേണ്ടത് അനിയനോടാ. രണ്ടുപേരും ചേർന്നുള്ള ഒത്തുകളിയാ ഇത്. ഓഹോ, അപ്പൊ അവനും ഇതിൽ പങ്കുണ്ടല്ലേ? ഭാര്യ പറയുന്നതൊക്കെ അപ്പടി വിശ്വസിച്ച് അവളുടെ താളത്തിന് തുള്ളുന്ന ഒരു പെൺകോന്തരായി പോയല്ലോ അവൻ. അവനോട് ഞാൻ ചോദിക്കും. ചേട്ടൻ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യങ്ങൾ വ്യക്തമായി പറ. ബാല, നിന്റെ ഭാര്യയുടെ പോക്ക് തീരെ ശരിയല്ല. അതിന് എന്റെ ഭാര്യ എവിടേക്കും പോയിട്ടില്ലല്ലോ. നീ നിന്റെ ഭാര്യയെ മര്യാദ പഠിപ്പിക്കണം. എന്താ? ഭാര്യയെ മര്യാദ പഠിപ്പിക്കണമെന്ന്. ആവശ്യത്തിനുള്ള മര്യാദയൊക്കെ അവൾ പഠിച്ചിട്ടുണ്ട്. ബാല, തർക്കുത്തരം പറയാൻ നിൽക്കണ്ട. തട്ടിക്കളയൊന്നോ? അത്രയ്ക്കായോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. എന്റെ ഭാര്യയെ നിന്റെ ഭാര്യ ബഹുമാനിക്കണം. അതിന് നീ മുൻകൈ എടുക്കണം. ഓ അങ്ങനെ. ആട്ടെ, എങ്ങനെ ബഹുമാനിക്കണമെന്നാ? ചേട്ടന്റെ ഭാര്യ വരുമ്പം എന്റെ ഭാര്യ സ്കൂൾ ടീച്ചറെ കാണുമ്പം കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ എഴുന്നേറ്റ് നിൽക്കണോ? നീ എന്നെ ബഹുമാനിക്കുന്നില്ലേ? അതേപോലെ എന്റെ ഭാര്യയെ നിന്റെ ഭാര്യയോട് ബഹുമാനിക്കാൻ പറയടാ. ചേട്ടനെ ഞാൻ ബഹുമാനിച്ചെന്നോ? ബഹുമാനിച്ചു. ആര് പറഞ്ഞു? ജീവിതത്തിൽ ഇന്ന് വരെ ചേട്ടനെ ഞാൻ ബഹുമാനിച്ചിട്ടേ ഇല്ല. ജീവിതത്തിൽ പല അവസരങ്ങളിലും നീ എന്നെ ബഹുമാനിച്ചിട്ടുണ്ടടാ. എവിടെ വെച്ച്? ഒരു സ്ഥലം പറ, ഒരു സ്ഥലം പറ. ബാല, നീ അതിരെ കിടക്കുന്നു. എങ്ങു നിന്നോ വലിഞ്ഞു കയറി വന്ന ഒരു പെണ്ണിനെ ബഹുമാനിക്കേണ്ടെന്ന ഗതികേട് എന്റെ ഭാര്യയ്ക്കില്ല. ആരാടാ വലിഞ്ഞു കയറി വന്നത്? എടാ, ആരാടാ വലിഞ്ഞു കയറി വന്നതെന്ന് എടാ നിന്നോടാ ചോദിച്ചത്. എന്താണ് നീ മറുപടി ഒന്നും പറയാത്തത്? നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? എടാ, അയ്യോ അമ്മേ. സാറിന്റെ ഇളയ മരുമകളുടെ അച്ഛൻ. അത് മനസ്സിലായി. നിങ്ങൾ ഒരുമിച്ചല്ലേ പുതിയ ബിസിനസ് തുടങ്ങിയത്? ഞാനും ഗോവിന്ദൻകുട്ടി ചേർന്നു ബിസിനസ്. സാറുമായി കൂട്ടിച്ചേർന്ന് പുതിയ ബിസിനസ് തുടങ്ങുമെന്നാണ് ഗോവിന്ദൻകുട്ടി എന്നോട് പറഞ്ഞത്. ഞാൻ 5 ലക്ഷം രൂപ കടം കൊടുത്തു. ഒരു രേഖയും ഇല്ലാതെയാണ് കൊടുത്തത്. ഞാനും ഗോവിന്ദൻകുട്ടിയായിട്ട് യാതൊരു ബിസിനസ്സും ഇല്ല. അരെ റാം, സാറിന്റെ ബന്ധുവാണല്ലോ എന്നോർത്താണ് ഞാൻ പണം കടം കൊടുത്തത്. പറഞ്ഞിരുന്ന ഡേറ്റും കഴിഞ്ഞു. ഇന്ന് വീട്ടിൽ ചെന്നപ്പോ വീട് പൂട്ടിയിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം? അതുമാത്രമല്ല, സാറിന്റെ കുളത്തുപുഴ എസ്റ്റേറ്റ് നമുക്ക് വാങ്ങിത്തരാമെന്നും പറഞ്ഞിരുന്നു. കുളത്തൂപ്പുഴ എസ്റ്റേറ്റ് വിൽക്കുന്ന കാര്യം ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. എസ്റ്റേറ്റ് പോകണമെങ്കിൽ പോകട്ടെ. മേരാ പൈസ. സുഭാഷ വിഷമിക്കണ്ട, ഞാൻ ഗോവിന്ദൻകുട്ടിയായിട്ടൊന്ന് സംസാരിക്കട്ടെ. 2 ദിവസം പരിഹാരം ഉണ്ടാക്കാം. തൽക്കാലം ഇതാരൊന്നും പറയണ്ട. ഇല്ല. ആരാന്നാ ചോദിച്ചത്? വക്കീൽ സാറല്ലേ? അതെ. ഇങ്ങ എണീറ്റ് വന്നേ, നമുക്ക് അകത്ത് പോയിരുന്ന് സംസാരിക്കാം. ഇവിടുന്ന് ആരെങ്കിലും കാണും. എന്റെ കോട്ട്. ആ, കോട്ടുകൂടി എടുത്തോ. പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോ ശ്രീധരൻ നായരുടെ മൂത്ത മകൻ ഉണ്ണികൃഷ്ണൻ, അതായത് നിങ്ങളുടെ മരുമകൻ, ഷെയർ ആവശ്യപ്പെട്ടുകൊണ്ട് സ്വന്തം അച്ഛനെതിരായിട്ട് നോട്ടീസ് അയക്കണം. അത്രല്ലേ ഉള്ളൂ. നോ പ്രോബ്ലം. പ്രോബ്ലം ഉണ്ട്. എന്ത് പ്രോബ്ലം? അവന് കണ്ണ് കാണാൻ പാടില്ല. കണ്ണല്ലേ കാണാൻ പാടില്ലാതായിട്ടുള്ളൂ, ബാക്കിയെല്ലാം കാണാമല്ലോ. എന്താ? കയ്യും വെല്ലം ഉണ്ടല്ലോ, ഒപ്പിടിക്കാമല്ലോ. ഒപ്പിടിക്കാ, പക്ഷെ കണ്ണ് കാണാൻ പാടില്ലാത്തവന്റെ ഒപ്പിന് വിലയില്ലെന്ന് നിയമം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു നിയമമുണ്ടോ? ഉണ്ടോ? കണ്ണും കയ്യില്ലാത്തതായിട്ടുള്ള എത്രയോ പേരെ കൊണ്ട് ഒപ്പിടിച്ചിരിക്കുന്നു ഞാൻ. കാലുകൊണ്ട് ഒപ്പിടിക്കാമല്ലോ. പിന്നെ അപ്പോ കേസിന്റെ കടലാസുമൊക്കെ ഞാൻ നാളെ ശരിയായിക്കോളാം. ഇന്ന് വൈകിട്ട് 4 മണിക്ക് എന്റെ ഓഫീസിലോട്ട് വരണം. വരാം.
പീസുമായിട്ട് വരാം. ഓക്കെ. യെസ് യെസ് യെസ്. നമസ്കാരം. നമസ്കാരം. ശ്രീധരൻ നായർ രണ്ടാമത്തെ മകന്റെ ഭാര്യയുടെ അച്ഛൻ. ഇത് ഭാര്യ. നമസ്കാരം. നിങ്ങൾക്ക് കേസൊന്നും ഇല്ലേ? എന്ത് കേസ്? വെറുതെ മീശയും പിരിച്ചെടുത്തിട്ട് കാര്യമൊന്നുമില്ല. മോള് വഴിയാധാരായി പോവും. മൂത്ത മോൻ കേസ് കൊടുക്കാൻ പോവാ. പൊള സ്വത്തല്ലാങ്ങ് പോവും. പിന്നെ പേരിനൊരു മരുമോൻ. അനുഭവിക്കാനുള്ള യോഗം വേണോ? അനുഭവിക്കാനുള്ള യോഗമൊക്കെ ഉണ്ട്. എന്റെ മരുമകനും ശ്രീധരനാരുടെ മകൻ തന്നെയാ. പാതി സ്വത്തിന്റെ അവകാശം അവനുള്ളതാ. ഒറ്റയ്ക്ക് അനുഭവിക്കാൻ ആരും കരുതണ്ട. ഞാനും കേസ് കൊടുക്കും. അത് ബുദ്ധി. വാട്ട് ദ പോയിന്റ്? ഇനി വക്കീലിനെ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. അതെന്താ? അഡ്വക്കേറ്റ് അരുൺകുമാർ ഇവിടെ ഉള്ളപ്പോ മറ്റൊരാളെ തേടുന്നതിന്? അതാരാ? ഞാനാ. നിങ്ങൾ അവരുടെ വക്കീലല്ലേ? ആര് പറഞ്ഞു? ഞാൻ അവരുമായിട്ട് തെറ്റി. അവര് ഭയങ്കര കഞ്ചൂസാ. ശരി. അപ്പൊ നാളെ പേപ്പേഴ്സ് ഒക്കെ ശരിയാക്കാം. ഇന്ന് വൈകിട്ട് 4 മണിക്ക് വേണ്ട 5 മണിക്ക് എന്റെ ഓഫീസിലോട്ട് വരിക. 5 മണി? അതല്ല, 5 മണിക്ക്. ഓ. ഓക്കെ ഓക്കെ. നമ്മൾ ഇവിടുത്തെയാണ്. അതെ. ഈ വീട്ടിലെ പ്രതി എവിടെ? പ്രതിയോ? അല്ല, ഓണർ. എന്താ കാര്യം? സംഗതി ജുഡീഷ്യലാ. അത് മനസ്സിലാക്കി. വാദിയുടെയും പ്രതിയുടെയും കേസ് ഒരുമിച്ച് പിടിച്ച് വാദിക്കാനല്ലേ ഉദ്ദേശം? അതെ, ഫീസ് കിട്ടുകയാണെങ്കിൽ ഞാൻ അങ്ങനെ വാദിക്കുന്നില്ല. എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. അപ്പോഴേ ഒരു സംശയം. സ്വന്തം തള്ള സ്വന്തം തന്തയ്ക്കെതിരെ വിവാഹമോചന കേസ് കൊടുത്താൽ ആ കേസും പിടിച്ച് വാദിക്കുമോ? അതിനെന്താ, ഞാൻ അങ്ങനെ ചെയ്യുന്നതിൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. വക്കീൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. Thank you.